നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ ചുവന്നു കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെയാണ് എവിടെയും ചർച്ച. ഇതിനിടെ ഒരു കൂട്ടർ കൂടി സ്വരാജിനായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളും പഴയകാല പൊതുപ്രവർത്തകരും കലാകാരും എല്ലാം കൂടി ചേർന്ന കൂട്ടായ്മയായ പണ്ടത്തെ പട എന്ന കൂട്ടായ്മയാണ് എത്തുന്നത്. പണ്ടത്തെ പടയുടെ വരവ് അറിയിച്ചുള്ള പരിപാടിയുടെ ക്ഷണക്കത്ത് ഇതിനോടകം മണ്ഡലത്തിൽ വൈറലായി കഴിഞ്ഞു. നല്ല അസൽ മലപ്പുറം പ്രാദേശിക ഭാഷയിൽ രസകരമായി തയ്യാറാക്കിയ ക്ഷണക്കത്ത് ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ആർ ബിന്ദുവും TK ഹംസയും നിലമ്പൂർ ആയിഷയും തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ ഈ കൂട്ടായ്മയിൽ അതിഥികളായി എത്തുകയും ചെയ്യും. സ്വരാജിനായി സാംസ്കാരിക ലോകവും രംഗത്തുണ്ട്. ഇക്കൂട്ടർ സാംസ്കാരിക യാത്ര തന്നെ നടത്തും. ഒപ്പം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിനായി കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖയും നിലമ്പൂരിൽ അരങ്ങേറുന്നുണ്ട്. എന്തായാലും സ്വരാജ് മത്സര രംഗത്തെത്തിയതോടെ ഓരോ വോട്ടർമാരും ഇടത് സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. തുടരണം വികസനങ്ങൾ മൂന്നാം LDF സർക്കാരിലൂടെയെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടുള്ള ഒരു കുറിപ്പ് ഇന്ന് കേരളത്തിൽ വൈറലാകുകയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലെത്തണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണങ്ങൾ പലതുണ്ട്. പലരും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുമുണ്ട്. ഇതിനോടകം കഴിഞ്ഞ 4 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. നവജിത് നാരായൺ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു സവിശേഷത പുലർത്തിക്കൊണ്ട് ഇതിനോടകം വൈറലായി മാറിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മൂന്നാമതും പിണറായി വിജയൻ വരും എന്നുള്ളതും ഭരിക്കുമെന്നുള്ളതും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. 4 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ സർക്കാരിന്റെ നേട്ടത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി. കൊങ്ങികളും സംഖ്യകളും ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി കേരളം ഒന്നാമതെത്തി. 2022 സുസ്ഥിര വികസന സൂചികയിലും 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് കേരളത്തെ തെരഞ്ഞെടുത്തു. 2021 ദേശീയ ഗവേണൻസ് അവാർഡ് നേടിയ സംസ്ഥാനമായി കേരളം പിന്നീട് മാറുന്ന കാഴ്ച. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സൂചികയിൽ വിദ്യാഭ്യാസ അവസരത്തിലും സൗകര്യത്തിലും മികച്ച സംസ്ഥാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തെരഞ്ഞെടുത്തതും സംസ്ഥാനത്തെയാണ്. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. മാതൃമരണം കുറയ്ക്കുന്നതിനുള്ള ബെസ്റ്റ് പെർഫോമൻസ് സംസ്ഥാനമായി കേരളം മാറി. ആ ദേശീയ അവാർഡും സ്വന്തമാക്കുകയും ചെയ്തു. 2023 ന്യൂയോർക്ക് ടൈംസ് തെരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളിൽ കേരളം ഇടം നേടി. ലിസ്റ്റിൽ ഇന്ത്യയിൽ ഏക സംസ്ഥാനം കേരളമാണ്. ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡിൽ 5 എണ്ണം കേരളം സ്വന്തമാക്കുകയും ചെയ്തു. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ഒന്നാമതെത്തി. ആരോഗ്യ സുരക്ഷാ കാര്യത്തിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് നേടിയാണ് നമ്മുടെ സംസ്ഥാനം യുനെസ്കോ പുറത്തിറക്കിയ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ടിലും ഇടം നേടിക്കൊണ്ട് ആഗോള പ്രശസ്തി നേടിയത്. ചെറുകിട ഇടത്തരം സംരംഭക മേഖലയിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതിയായി കേരളത്തിലെ സംരംഭക പദ്ധതിയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കയ്യടിയായിരുന്നു ആഗോളതലത്തിൽ ലഭിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ളതും കൊച്ചി കേരളം തന്നെ. രാജ്യത്തെ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം മാറി. ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലകളിലെ 15 തുറമുഖങ്ങളിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഒന്നാമതായി മാറിക്കഴിഞ്ഞു. ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളവും ജില്ലയായി കൊല്ലവും തെരഞ്ഞെടുത്തു. ആദ്യമായിട്ടാണ് ഈ നേട്ടം കേരളത്തിന് സ്വന്തമാകുന്നത്. 10 വർഷം മുന്നേ കണ്ട അല്ലെങ്കിൽ സംസ്ഥാനം കണ്ട സ്കൂളുകളല്ല ഇന്നുള്ളത്. പകരം ഹൈടെക് സ്കൂളുകൾ ഉയർന്നു കഴിഞ്ഞു. വീടെന്നത് ഒരു സ്വപ്ന പദ്ധതി മാത്രമായി നിന്നവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് സ്വന്തമായി കിട്ടി. 5 ലക്ഷത്തിന് മുകളിൽ മനുഷ്യരാണ് അങ്ങനെ ലൈഫിലൂടെ ജീവൻ കിട്ടിയത്. ഒപ്പം ആശുപത്രികൾ വരെ ഇന്ന് ഡോക്ടറുടെ സേവനം അടിമുടി മാറിക്കഴിഞ്ഞു. മികച്ച ചികിത്സാ സേവനങ്ങൾ കൊണ്ടുവന്നു. ചിലതൊഴിച്ചാൽ നാട്ടിൽ മികച്ച പാലങ്ങളും മികച്ച റോഡുകളും ഈ സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതിലൊക്കെ ഉപരി രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനവുമായി കേരളം മാറി. ഇനിയും പറയാനേറെ അറിയാനുമേറെ LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. LDF വരും, എല്ലാം ശരിയാകുമെന്നൊരു ക്യാപ്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കളിയാക്കിയ കൂട്ടങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എന്തായാലും നന്നാവും. വിമർശനങ്ങളുടെ മാത്രമേ ഒരു മനുഷ്യനും ഒരു നാടും ഒരു സമൂഹവും ഒരു സർക്കാരും മാറുകയുള്ളൂ. എന്തിനേയും കുറ്റം പറയുന്ന ഒരു സമൂഹത്തിനോട് താല്പര്യമില്ല. നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാനുള്ള ആർജവും ഉണ്ടാവണം. അതിന് നല്ല നട്ടല് വേണമെന്നും അങ്ങനെ ഒരു നട്ടലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നേട്ടങ്ങളുടെ എണ്ണം കൂടുന്നതെന്നുമാണ്
ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ അടിമുടി മാറുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളെല്ലാം തന്നെ. ഇടതു മുന്നണി തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ തന്നെ അടിമുടി മാറിക്കഴിഞ്ഞു. വോട്ടർമാരുടെ മനസ്സിലടക്കം സ്ഥാനം പിടിച്ചുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു അവരുടെ മനസ്സിൽ. ഇനി യഥാർത്ഥ ജനവിധി 19-ന് അവർ എഴുതുകയും 23-ന് കേരളം അറിയുന്നതിലൂടെ നിലമ്പൂരിന്റെ ഏറനാട് ചരിത്രത്തിൽ ഒരു ചെങ്കോട്ട പിറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.